സർവാന്തരനയനം വേതാളകണ്ഠഗംഘേടകപാലധാരികരിച്ച് കൃത്വാഗ്രാഗ്രേഷ ഭൂതപ്രേതപിശാചമാതൃശ്രീതാമുണ്ടസൃജാലങ്കൃതാം വന്ദേ ദുസ്തവ സൂര്യാദിവിവിധാം സംഹാരികാം ഈശ്വരീം സംഹാരിണിയും ഈശ്വരി എന്നും രണ്ട് രീതിയിലുണ്ടെന്ന് അർത്ഥം. സംഹാരികാം ഈശ്വരിയും സംഹാരിണിയും ഈശ്വരി എന്ന് ചില പാഠങ്ങളിൽ കാണുന്നുണ്ട്. അപ്പോൾ എരുതിരെ വരുന്നേരം ദുരിതരെ വരം നൽകണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം കീഴ്ക്കാവിൽ തൊഴുന്നേരം ദുരിതങ്ങളെല്ലാം അവിടെ സമർപ്പിച്ച് കഴിയുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? ആദ്യം കീഴ്ക്കാവിൽ തൊഴണം. കീഴ്ക്കാവിൽ തൊഴുത് കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു? അവിടെ നമ്മുടേതായ ശത്രുദോഷങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ എല്ലാം സമർപ്പിച്ച് കഴിഞ്ഞ് പിന്നീട് പ്രസാദവും വാങ്ങി മുകളിലേക്ക് 18 പടികളോടുകൂടി മുകളിലേക്ക് ശാസ്താവിൻ്റെ നടയിൽ ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ വിദ്യാസ്വരൂപമായിക്കൊണ്ടുള്ളതായ ഒരംശം നമ്മളിലേക്ക് വരും. അതാണ് തിരുവള്ളക്കാവിൽ ഒക്കെ ശാസ്താവിൻ്റെ ഒക്കെ ഇടയ്ക്ക് വിത്ത് അറിയേണ്ട അറിവ്. ജ്ഞാനസ്വരൂപമാണല്ലോ ശാസ്താവ്. തത്വം അസി. അവിടെ ചെല്ലുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ട് തത്വം അസി. ജ്ഞാനസ്വരൂപമാണ്, വിദ്യാസ്വരൂപമാണ് ശാസ്താവ്. അപ്പോൾ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ എല്ലാം കഴിഞ്ഞു. പിന്നീട് എന്താ വരുന്നത്? പിന്നെ വിത് അറിയേണ്ട അറിവ് ജ്ഞാനസ്വരൂപമായി വിദ്യാസ്വരൂപമായിരിക്കൊണ്ടിരിക്കുന്നതായ ശാസ്താവിൻ്റെ നടയിൽ പിന്നീട് അവിടുത്തെ ഹനുമാൻ സ്വാമിയെയും അവിടെയുള്ളതായ സ്ഥലഗ്രാമങ്ങളെയും ഒക്കെ തൊഴുത് മുകളിലേക്ക് അച്ഛനായ തലപ്പുഞ്ച മഹാദേവൻ തന്നെയായ ചോറ്റാനിക്കരയിലെ മഹാദേവൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നിരവധി കുടങ്ങളിലൂടെ ധാര കൈക്കൊണ്ടുകൊണ്ട് തണുക്കുന്നതായ മഹാദേവൻ്റെ നടയിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ എന്തായി? അവിടെ ശൈവമായ എല്ലാ അംശങ്ങളും സമർപ്പിക്കപ്പെട്ടു. പവിഴമല്ലിത്തറ നമുക്കറിയാം. ആദ്യമായി ചൈതന്യം കണ്ടിരുന്നതായ ഒരു സ്ഥലം പവിഴമല്ലിത്തറയിലും. പവിഴമല്ലിത്തറ മേളം വളരെ പ്രശസ്തമാണ്. അപ്പോൾ പവിഴമല്ലിയുടെ അവിടെയും പ്രദക്ഷിണം വെച്ച് തൊഴുത് കഴിഞ്ഞ് പിന്നീട് അമ്മേ നാരായണ ദേവി നാരായണ. അതുകൊണ്ട് അമ്മേ നാരായണ ദേവി. ലോകത്തെ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ അമ്മേ നാരായണ എന്നുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. അതായത് ശ്രീകോവിലിനകത്ത് വളരെ രഹസ്യമായ രീതിയിൽ പല ചൈതന്യങ്ങളുണ്ട്. അത് പറയാൻ പാടില്ല. വൈഷ്ണവ ചൈതന്യങ്ങളുണ്ട്. അതിൻ്റെ മൂലമന്ത്രങ്ങളൊന്നും പറയാൻ പാടില്ല. അപ്പോൾ അങ്ങനെ അവിടെ രാജരാജേശ്വരിയായ ദേവൻ്റെയൊക്കെ അടുത്തേക്ക് എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു പറയാമോ? അവിടെ പത്നി സമേതനായി പൂർണ്ണാപുഷ്കലാംബാ സമേത ഹരിഹരപുത്രസ്വാമിനേ നമ. പൂർണ്ണാപുഷ്കലാംബാ സമേതനായിക്കൊണ്ട് സത്യകൻ എന്ന പുത്രനോടും കൂടി എങ്ങോട്ട് നേരെ തിരിഞ്ഞ് ദർശനമായിട്ട് അമ്മയെ കണ്ടുകൊണ്ട് തന്നെ അവിടെ ആസ്വദിച്ചുകൊണ്ട് തന്നെ അവിടെ അമ്മയെ ഭജിച്ചുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭജിച്ചുകൊണ്ട് ഇരിക്കുന്നതായ ആ പൂർവ്വക്ഷേത്രം ചോറ്റാനിക്കര മാത്രമേ ഉള്ളൂ. അപ്പോൾ എവിടെയെങ്കിലും അറിയാമോ ഉള്ളിലെ ചുറ്റിനകത്ത് വേറൊരു ക്ഷേത്രം ഉള്ളതായിട്ട് കാണിച്ചു തരാമോ? സോപാനത്തിൻ്റെ തൊട്ടടുത്ത് വേറെ ഏതെങ്കിലും ശ്രീകോവിൽ ചേർന്നൊരു ശ്രീകോവിൽ, ഗണപതി കൂടുകളൊക്കെ ഉണ്ട്. ശ്രീകോവിലുള്ള ലോകത്ത് ഒരു ക്ഷേത്രവും ഇല്ല, ചോറ്റാനിക്കര മാത്രമേ ഉള്ളൂ. അതാണ് അമ്മയും ശാസ്താവിൻ്റെ ജ്ഞാനസ്വരൂപമായ ശാസ്താവിൻ്റെ കുടുംബവും തമ്മിലുള്ള സ്നേഹം. രാജരാജേശ്വരിയായിട്ട് വാഴുമ്പോഴും അവിടെ എരുതിരെ വരുന്നവർക്ക് തുരുതിരെ വരം നൽകുന്നതായ അമ്മേ നാരായണ എന്ന ഒരൊറ്റ നാമം കൊണ്ട് തന്നെ, നാരായണ എന്ന ദീർഘത്തോട് ജലിക്കുമ്പോൾ ഒറ്റ നാമം കൊണ്ട് ലോകത്തിലെ മുഴുവനും ഐശ്വര്യം ഉണ്ടാക്കി കൊടുക്കുന്നതായ ചോറ്റാനിക്കര അമ്മ. ശൈവമായ എല്ലാം സമർപ്പിച്ച് കഴിഞ്ഞ് പിന്നെ ചെല്ലുമ്പോൾ അമ്മേ നാരായണ എന്ന് ജപിക്കുമ്പോൾ പിന്നെ എന്താ വേണ്ട അവിടെ? പിന്നെ അവിടെ ദുഃഖങ്ങൾ തീർന്നു, ദുരിതങ്ങൾ തീർന്നു, ശത്രുദോഷങ്ങൾ തീർന്നു. പിന്നെയോ ആയുഷിൻ്റെ കാര്യം മഹാദേവൻ നോക്കി. പിന്നെ എന്താ വേണ്ടത്? ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ എന്തുകൊണ്ട് ജീവിക്കണ്ടേ? ജീവിക്കാൻ മാർഗ്ഗങ്ങൾ വേണമല്ലോ. അപ്പോൾ ജീവിക്കാൻ മാർഗ്ഗങ്ങൾ വേണം. നമ്മുടെ കുടുംബസമേതം ജീവിക്കുന്ന അടുത്ത തലമുറയുടെ അസുഖങ്ങൾ മാറണം, അവർക്ക് ജോലി കിട്ടണം, അവർക്കുള്ളതായ ഐശ്വര്യങ്ങൾ മുഴുവൻ വേണം, അവർക്ക് വീട് വെക്കണം, എല്ലാം വേണം നമ്മൾ തിരിച്ചു പോകുന്നതിന് മുമ്പ്. അപ്പോൾ അതിന് ലാസ്റ്റ് ആയിക്കൊണ്ട് ഐശ്വര്യം നൽകുന്നു. അതാണ് ലാസ്റ്റ് വച്ചേക്കുന്നത്. ആൾക്കാർ വിചാരിക്കും പണമാണ് പ്രധാനം എന്ന്. പണം അവസാനമാണ്. ആദ്യം ദുഃഖങ്ങൾ, ദുരിതങ്ങൾ മാറണം, പിന്നീട് ആയുസ് ലഭിക്കണം, ശരീരത്തിന് ആരോഗ്യം വേണം. ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് അധ്വാനിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ളതായ ശാസ്ത്രീയമായ രീതിയിൽ പണ്ട് വാസ്തുശാസ്ത്രം അളിച്ച് തന്ത്രിമാരടക്കം, അവിടുത്തെ തന്ത്രിമാരടക്കം, പഴയ അവിടുത്തെ ശാന്തിക്കാരടക്കം അന്ന് ഇതൊന്നും ഇല്ല കേട്ടോ. ഇത്രയൊന്നും വലിയ ഇതൊന്നുമില്ല. കുറേ കീഴ്ക്കാവിലേക്കൊക്കെ കയറാൻ കൊച്ചിലേക്ക് കാറിൽ മുഴുവൻ കാട് സർപ്പക്കാവും മാത്രമേ ഉള്ളൂ. ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെ ആയേ. അപ്പോൾ അങ്ങനെ ഒരു പേടിപ്പെടുത്തുന്നതായ ഒരു താഴത്തേക്കിറങ്ങുമ്പോൾ മുഴുവൻ കാടായിരുന്നു. മുഴുവൻ കാട്. എൻ്റെ മുന്നൊക്കെ സമയത്ത് മുഴുവൻ കാട് നിറഞ്ഞിരുന്ന ആ കീഴ്ക്കാവെന്ന് പറഞ്ഞാൽ പേടിയാവും. രാത്രി 10 മണിക്ക് ശേഷം പ്രായമാവാത്ത കുട്ടികൾ പോലും ഗുരുതി തൊഴുകാറില്ല. അന്നത്തെ ഗുരുതി. ഇന്നാണ് എല്ലാവരും എല്ലാ പ്രായത്തിലുള്ള ഒരു അത്രയ്ക്ക് ശക്തിയാണ് അവിടുത്തെ ഗുരുതിക്ക്. കീഴ്ക്കാവിലമ്മയുടെ കൂടി മേൽക്കാവിലെ മേശാന്തി
നട അടച്ച മണികലിക്കൊണ്ട് അവിടെ വിളക്കോട് കൂടി തന്നെ താഴത്തേക്ക് മണികലിക്കൊണ്ട് ചെല്ലുമ്പോൾ അവിടെ എന്തായി? അവിടെ സാത്വിക സ്വരൂപമായ മേശാന്തി എന്തായിത്തീരുന്നു? ഇവിടെ രാജസ സ്വരൂപമായിക്കൊണ്ട് ഭദ്രകാളി ദേവിയായിട്ട് മാറി തന്നെയായിക്കൊണ്ട് അവിടെ ഭദ്രകാളിക്ക് ഗുരുതി സമർപ്പിച്ച് നമസ്കരിച്ച് തിരിച്ച് റൂമിൽ തിരിഞ്ഞ് പിന്നീട് എന്തായി? പിന്നീടും വൈഷ്ണവ സ്വരൂപം ദുർഗാ സ്വരൂപമായിട്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ മേശാന്തിമാരെല്ലാം ഒരു ദിവസം തന്നെ എല്ലാ ചൈതന്യവുമായി വരുന്നു, എല്ലാ ശക്തിയായിത്തീരുന്നു. അതാണ് ചോറ്റാനിക്കര മേശാന്തിയുടെ ഗുണം. ശാസ്താവായിട്ട് മാറുന്നു, ഭദ്രകാളിയായിട്ട് വരുന്നു, സർപ്പദേവനായിട്ട് മാറുന്നു. അത് എന്തിനെ നമ്മൾ നിരന്തരമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു അതായിത്തീരുന്നു. ചോറ്റാനിക്കര മാത്രമുള്ള പ്രത്യേക ശൈവ വൈഷ്ണവമായ എല്ലാ ഉപാസനയും കിട്ടുന്നത് ചോറ്റാനിക്കരയിൽ മാത്രമേ ഉള്ളൂ. ലോകത്ത് ചോറ്റാനിക്കരയിൽ മാത്രമേ ഉള്ളൂ. ശൈവ വൈഷ്ണവ ഗണപതിയുണ്ട്. അപ്പോൾ എല്ലാ സങ്കല്പങ്ങളും അവിടെ അഷ്ടദ്രവ്യ ഗണപതി ഹോമങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നടത്താറുണ്ട്. അപ്പോൾ ചോറ്റാനിക്കര ദേവിയുടെ ദർശനം എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല, നിസ്സാരമായിട്ട് കിട്ടുന്നതല്ല. അവിടുത്തെ അമ്മ, അവിടുത്തെ ചൈതന്യങ്ങൾ വിചാരിക്കണം തൊഴുകയാണെങ്കിൽ, ഞാനാണെങ്കിൽ പോലും. അപ്പം അങ്ങനെ പൂർവ്വജന്മ 21 തലമുറയുടെ പുണ്യമാണ് ചോറ്റാനിക്കര ദേവിയെ ഒന്ന് തൊഴുവാൻ സാധിക്കുക. ദേവിയെ തൊഴുന്നില്ല കേട്ടോ, ചുമ്മാ തട്ടിപ്പ് പറയണം. ഞാൻ അമ്മയെ കണ്ടു തൊഴുന്നേ. അമ്മയെ കാണാൻ പറ്റുന്നില്ല നമുക്ക്. അമ്മയുടെ ബിംബമാണ് കാണുന്നുള്ളൂ. അമ്മയാണ് നമ്മളെ കാണുന്നത്. നമ്മൾ ചോറ്റാനിക്കര അമ്മയെ കണ്ടു തൊഴുതു. എവിടെ? എന്നാൽ കാണുകയാണെങ്കിൽ രസമാണല്ലോ. ഞാൻ എത്രയോ പ്രാവശ്യം 3-4 കൊല്ലം അവിടെ ചേർന്ന് താമസിച്ചതാണ്. ഒരു നാക്കിൻ്റെ അറ്റോ ഒരു ചന്ദ്രക്കലയോ അല്ലെങ്കിൽ ഒരു ശംഖിൻ്റെ അറ്റോ ഇന്നു വരെ സ്വപ്നത്തിൽ പോലും കാണിച്ചു തന്നിട്ടില്ല. അത് മരണത്തിന് മുമ്പ് പ്രത്യക്ഷമായിട്ട് കാണിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് മാത്രമല്ല, ചോറ്റാനിക്കരെ തൊഴുത എല്ലാവർക്കും. ഓരോരുത്തരും മെസ്സേജ് അയക്കും, തിരുമേനി അന്ന് പോയായിരുന്നു കേട്ടോ, പ്രസാദം കിട്ടിയിട്ടോ, അമ്മയെ കണ്ടു തൊഴുതു. എവിടെ? ശുദ്ധ തട്ടിപ്പാ പറയുന്നത്. അമ്മ നമ്മളെ കാണുന്നുള്ളൂ. ഏത് ക്ഷേത്രമായാലും അവിടുത്തെ ഈശ്വരനാണ് നമ്മളെ കാണുന്നത്. എന്നാലേ നമുക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം തീരുള്ളൂ. അപ്പോൾ ഏത് ക്ഷേത്രമാണെങ്കിലും യാതൊരു കാലവും സംശയമൊന്നുമില്ല, നമ്മൾ ഈശ്വരനെ കാണുന്നില്ല. അങ്ങനെ ഈശ്വരനെ കാണുന്നവരുണ്ടെങ്കിൽ ഈശ്വരൻ അവിടുന്ന് എഴുന്നേൽക്കും. ഈശ്വരൻ താനും ഒന്നാവും. പിന്നെ നസ പുനരാവർത്തത, പിന്നീട് തിരിച്ചു വരവില്ല. പിന്നീട് കുടുംബം വേണ്ട, വേറെ ഒന്നും വേണ്ട എന്നാവും. അതുകൊണ്ടാണ് തലപ്പുഞ്ച മഹാദേവൻ പ്രത്യക്ഷനല്ലാത്തതുകൊണ്ടല്ല, പ്രത്യക്ഷനായിട്ടും തന്നെയാണ് എൻ്റെ അനുഭവത്തിൽ നിന്നും ഇവിടുത്തെ ജീവനക്കാരുടെയും ഇവിടുത്തെ നാട്ടുകാരുടെയും അനുഭവത്തിൽ നിന്നും. പൂജ കഴിഞ്ഞിറങ്ങുമ്പോൾ പ്രത്യക്ഷം തന്നെയാണ്. ഒരു നിമിഷം ഒരു പ്രകാശം, ഒരു ചൈതന്യം അവിടെ കാണുന്നുണ്ട്. അപ്പോൾ അത് തുടർന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും വേണ്ടാവുന്നാവും. പിന്നെ അവിടുന്ന് പോവില്ല. ചോറ്റാനിക്കരയിലെ എത്രയോ ആൾക്കാർ കുടുംബവും വിട്ട് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അവിടെ ഒറ്റമുണ്ട് കൊടുത്തുകൊണ്ട് 3 നേരം മുങ്ങിക്കുളിച്ച് അവിടെ നാമം ജപിച്ചുകൊണ്ട് ഉപാസിക്കുന്നവരുണ്ട്. അവിടുത്തെ ഒരു നേരത്തെ ആഹാരവും ഭക്ഷിച്ചുകൊണ്ട് ഉപാസിക്കുന്നവരുണ്ട്. അവർക്ക് ഒന്നും വേണ്ടാതായി. അവർക്ക് അമ്മ മാത്രമായി. എന്തെങ്കിലും ഒരിക്കൽ എനിക്കും അങ്ങനെ ഒന്നും വേണ്ടാതായി ചോറ്റാനിക്കര അമ്മ മാത്രമായിട്ട് അവിടെ ജീവിതത്തിൻ്റെ ബാക്കിയുള്ള കാലഘട്ടങ്ങൾ അവിടെ തന്നെ എല്ലാം ജീവനടക്കം സമർപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.